ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ട് ടിപ്പിൻ്റെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല അടിപൊളി വീട്ടമ്മമാർക്കൊക്കെ നല്ല യൂസ് ആയിട്ടുള്ള ടിപ്സുമായിട്ട് നമ്മുടെ വീഡിയോ എത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ അറിയിക്കുക, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വാ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ഈ പാക്കറ്റിലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ സൂചിയോ പയറോ കടലയോ ഒക്കെ വാങ്ങിയിട്ട് ബാക്കി കുറച്ച് ടിന്നിലിട്ട് അടച്ചു വെക്കും. അതിന് ബാലൻസ് വരുന്നത് നമ്മൾ ഇതുപോലെ ആ ഒരു പാക്കറ്റ് മടക്കി വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചെറിയൊരു ഭംഗിയായിട്ട് തോന്നാറില്ലേ. അപ്പോൾ അതൊന്നും വേണ്ട. മിക്കവാറും നമ്മുടെ കയ്യിൽ എപ്പോഴും ഇപ്പോൾ റബ്ബർ ബാൻഡ് ഒന്നും കാണാറില്ല. അപ്പോൾ അതിനായിട്ട് നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാമേ. നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പാക്കറ്റിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കിയെടുത്തതിന് ശേഷം രണ്ട് ഭാഗം ഇതുപോലെ കോണോട് കോൺ മടക്കിയതിന് ശേഷം ആ പാക്കറ്റ് നേരെ ഇങ്ങനെ തിരിക്കാൻ കേട്ടോ. തിരിച്ചതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ ചുരുട്ടുന്ന സമയത്ത് ആ പാക്കറ്റിനുള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതേപോലെ നന്നായിട്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മടക്കി വെച്ചാൽ നല്ലൊരു ലോക്കാവും കേട്ടോ. ഇനി ഇതിപ്പം മറിച്ചാലോ തിരിച്ചാലോ കുലുക്കിയാലോ ഒന്നും അതിനകത്തുനിന്ന് ഒരു തരി റവ പോലും പുറത്ത് പോകത്തില്ല കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ്. ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമേ. ഇതിപ്പം ഞാൻ തേയില പകുതി എടുത്തതാണ്. പകുതി ഞാൻ ടിന്നിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഉള്ളിൽ ആ ഒരു എയർ ബബിൾസ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ഒരു കട്ട് ചെയ്ത ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം അത് ആ ഒരു പാക്കറ്റ് കോണോട് കോണൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ കോണോട് കോണൊന്ന് മടക്കിയതിന് ശേഷം അത് ആ ഒരു പാക്കറ്റ് തിരിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ചുരുട്ടി എടുത്താൽ മതിയേ. ഒരു പാക്കറ്റ് ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ മുകളിൽ നിന്ന് ചുരുട്ടിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ചുരുട്ടിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം അന്നേരം ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് പോലെ വരുവേ. അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ടൊന്ന് പിടിച്ച് വെച്ചാൽ നല്ലൊരു ലോക്കാവും കേട്ടോ. നല്ല കിടിലൻ സംഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനിപ്പോൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ, ഒരു തുള്ളി പോലും പുറത്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അത് കറക്റ്റായിട്ട് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ പഞ്ചസാര പാത്രത്തിലൊക്കെ ചെറിയ ഉറുമ്പൊക്കെ കയറാറുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാമേ. ഞാനിപ്പോൾ ഓൾറെഡി അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിനുള്ളിൽ ഒരു ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ ആ ഒരു പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് കയറുന്നത് ഒഴിവാക്കാൻ കേട്ടോ. ഞാൻ ഇതിനുള്ളിൽ ഓൾറെഡി ഒരു ഗ്രാമ്പു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ കടല പയർ ഗ്രീൻ പീസ് ഇതേപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ. അതിനുള്ളിൽ ചെറിയ ഉള്ളന് ചെറിയ ഉറുമ്പ് ചെറിയ പ്രാണികളൊക്കെ കയറുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു പയറിലും കടലയിലോട്ടും ഒക്കെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ അതൊക്കെ ഒഴിവാക്കാൻ കേട്ടോ. ഞാനിപ്പം നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കാറ് പതിവാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലൊക്കെ അതുപോലെ തന്നെ ചെറിയ പ്രാണികളും ചെറിയ സ്മെല്ലും ഒക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഗോതമ്പ് പൊടിയിൽ നമ്മളൊരു 1/4 സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രാണിയൊന്നും വരില്ല. പിന്നെ അതിനുള്ളിൽ ഉറുമ്പും ഒന്നും കയറത്തില്ല കേട്ടോ. പെട്ടെന്ന് ആ ഒരു ഉളുപ്പ് ആ ഒരു ചെറിയ സ്മെല്ലും ഒക്കെ വരുമല്ലോ. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ
ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ടിപ്സുകൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.